ഹായ് ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂട് പ്രൊമോയിലേക്ക് സ്വാഗതം. പെണ്ണു കാണൽ കഴിഞ്ഞ് സുഭാഷും അനിയന്മാരും പെണ്ണിനെ ഇഷ്ടപ്പെടുമോ എന്നുള്ള ടെൻഷനിൽ ഇരിക്കുകയാണ്. ജോലിക്ക് പോകാനിരുന്ന നികേഷ് വന്ന് പറയുന്നുണ്ട്, അതെ ചേട്ടാ, ചേട്ടനുള്ളത് ചേട്ടന് തന്നെ കിട്ടുമെന്ന്. അഥവാ കിട്ടിയില്ലെങ്കിൽ അത് ചേട്ടനുള്ളതായിരിക്കില്ല, അത്രയേ ഉള്ളൂ. പിന്നീട് നികേഷിനെ വിളിച്ച്, എടാ അടുക്കളയിൽ കയറി വടയുണ്ടാക്കിയത് മോശമായി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട് നികേഷ് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അടുക്കളയിൽ പിന്നീട് കാണിക്കുന്നത് അച്ഛൻ ഊണ് കഴിച്ച് ഇരിക്കുന്ന തിരക്കിലാണ്. പിന്നീട് നമ്മളെ നിധിയുടെ വീട്ടിൽ എല്ലാവരും ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അന്നേരം നിധിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, അവർ പെണ്ണ് കണ്ടു പോയിട്ട് എന്തു പറഞ്ഞുവെന്ന് മോൾക്കറിയണ്ടേ എന്ന്. ഞാൻ എന്തിന് ചോദിക്കണമെന്ന് നിധിയും. ഇത് കേട്ടുകൊണ്ട് അമ്മയും ഹേമയും ചേട്ടത്തി സാന്ദ്രയും വരുന്നുണ്ട്. ഹേമ ചോദിക്കുന്നുണ്ട്, അവർ എന്തു പറഞ്ഞു എന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അവർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. അവിടെ നിധിയുടെ ഏട്ടൻ അരുണും ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ടിട്ട് നിധി, എന്നാൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, പ്രത്യേകിച്ച് ആ കുരങ്ങനെ. ഇത് കേട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. എന്തു പറ്റി ഇത്ര ചിരിക്കാൻ എന്ന് ചോദിച്ചു. എന്തു പറ്റി, നീ ഷോർട്ടായി എന്ന് പറഞ്ഞതുകൊണ്ടാണോ എന്ന്. ഏതായാലും അവരത് തുറന്നു പറഞ്ഞില്ലേ എന്ന്. അയാൾ ശരിയല്ല, അയാൾ എന്നോട് സംസാരിച്ചു, അയാളുടെ കാര്യം മാത്രമാണ്. അയാളോ, എന്താ മോളെ നീ ഇങ്ങനെ വിളിക്കുന്നത്, കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ വേണ്ടേ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞത്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തുറന്നു പറയണമെന്നല്ലേ. എനിക്ക് പഠിക്കണം, അതെന്താ, നല്ലതല്ലേ, കല്യാണം കഴിഞ്ഞാൽ നിനക്ക് ഓസ്ട്രേലിയയിൽ പോകാമല്ലോ അന്ന് എന്ന് രാജീവൻ ചോദിക്കുന്നുണ്ട്. അവരുടെ സ്വത്ത് മുഴുവൻ നിനക്കാണ് എന്ന് അരുൺ പറയുമ്പോഴും നിധി എതിർക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഹേമ ഇടയ്ക്ക് കയറി എന്താ വേണ്ടത് എന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറയുന്നു. അമ്മയ്ക്ക് അറിയാത്തത് കൊണ്ടാണ് അമ്മയ്ക്ക് അറിയാത്തത് കൊണ്ടാണ് 10 മിനിറ്റ് അയാളോട് സംസാരിച്ചാൽ അയാളുടെ സ്വഭാവം മനസ്സിലാക്കുമെന്ന്. അത് നിന്റെ മനസ്സിൽ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് മോളെ എന്ന് രാജീവ് പറയുന്നുണ്ട്. അങ്ങനെ ആലോചിക്കാതെ അച്ഛൻ തീരുമാനമെടുക്കുമോ? ഓസ്ട്രേലിയയിൽ വരെ അച്ഛൻ അന്വേഷിച്ചു. നല്ല മിടുക്കം പയ്യനാണ്, അവന് ലീവ് കുറവാണ്, കല്യാണം വേഗം വേണമെന്ന് പറയുന്നു. ഈ മാസം തന്നെ നടത്തിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഹേമയും സാന്ദ്രയും ചോദിക്കുന്നുണ്ട്, ആരോട് ചോദിച്ചിട്ടാ അരുണേട്ടാ ഇതൊക്കെ തീരുമാനിച്ചത് എന്ന്. അപ്പോൾ രാജീവ് ചോദിക്കുന്നു, ആരോടാ ചോദിക്കേണ്ടത് എന്ന്. എന്നോട് ചോദിക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, നീ കുഞ്ഞല്ലേ, നീ എന്ത് തീരുമാനിക്കാൻ, ജാതകപ്രകാരം ഇപ്പോൾ തന്നെ അത് നടത്തണം, അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞിട്ടേ നിനക്ക് കല്യാണ യോഗമുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ടൈം കുറവാണ്, എല്ലാത്തിനും സമയം കിട്ടുമോ മോനെ എന്ന് ചോദിക്കുമ്പോൾ, ഈ മാസം 28-ന് മണ്ഡപം ബുക്ക് ചെയ്തിട്ടുണ്ട്, എന്നാൽ 23-ന് നിശ്ചയം നടത്താമെന്ന് അവർ പറയുന്നത് എന്ന്. ഞാനത് സമ്മതിച്ചു. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, ഇത്ര നന്നായി തുടങ്ങിയ ദിവസമായിരുന്നു എന്നറിയോ, എല്ലാവരും കൂടി കുളമാക്കി തന്നില്ലേ എന്ന്. എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് കല്യാണം വേണ്ട വേണ്ട എന്ന്. അത് കഴിഞ്ഞ് എല്ലാവരും പിരിയുന്നു. 2 വീട്ടുകാരും കൂടി ഫിക്സ് ചെയ്തതല്ലേ നിധി എന്ന് ചേട്ടത്തി